ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെടാ, നമ്മുടെ വരാനിരിക്കുന്ന സോഷ്യൽ സയൻസ് പരീക്ഷ ഉണ്ടല്ലോ 10ാം ക്ലാസ്സുകാരുടെ, അതിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ മക്കളെ, നമുക്ക് 3 മാർക്കിനും 5 മാർക്കിനും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഏതാണ്ട് ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 100% എഴുതി ഒപ്പിട്ട് തരാം. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് നാളെ പരീക്ഷയ്ക്ക് 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ വരും. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരും. നാളെ അർദ്ധരാത്രിയിലായിരിക്കും മിക്കവാറും. ഇതന്നെ ഇന്നലെ തുടങ്ങിയ പണിയാണ്. ഫുള്ള് ടൈപ്പ് ചെയ്ത് നല്ല പണിയുണ്ട്. നോമ്പുകാലം കൂടിയാണ്. ഇപ്പോൾ ദാ നോമ്പെടുത്ത് വിയർത്ത് കുളിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുക വരുന്നത്. ഇവിടെ സ്റ്റുഡിയോ റൂം പറഞ്ഞാൽ നല്ല ഡെൻസ് ആയിട്ടുള്ള റൂമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ആകപ്പാടെ സൈഡ് അയക്കണം. ഇത് എവിടം വരെ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. അധികം എനർജി ഇല്ല. എന്നാലും നമുക്ക് പരമാവധി വൈബാക്കിയിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ മക്കളെ, ഇനി ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ചോദ്യങ്ങൾ പറയുന്നു, ഉത്തരങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ലിങ്ക് തരാം. അപ്പോൾ കമൻറ്റ് ബോക്സ് പോയിട്ട് ആ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് നോട്ട്സും കിട്ടും, പഠിക്കുക. ഇതിൽ കുറേ ചോദ്യങ്ങളൊക്കെ മക്കൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് നോക്കുക, ജസ്റ്റ് റിവൈസ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടും കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ വേണമെങ്കിൽ മക്കൾക്ക് പരീക്ഷൻ്റെ അന്ന് രാവിലെ ഒന്നുകൂടി കണ്ടു നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാനൊക്കെ പറ്റും. എന്തായാലും ഇതൊക്കെ ഉറപ്പുണ്ട്, ഒരു 99.9% ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം മക്കളെ. സോ നമ്മുടെ ഫസ്റ്റ് ചോദ്യം സോഷ്യോളജി വാട്ട് വൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. നമുക്കറിയാം ഇതിൽ നിന്ന് 3 മാർക്കിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരും അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ 3-4 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നമ്മൾ 2-3 ചോദ്യങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ ഏതാ വരിക എന്നറിയില്ലല്ലോ. എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് 100% പ്രഡിക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും വരാൻ സാധ്യതയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തരുന്നത്. അപ്പോൾ നമുക്ക് അതെന്തായാലും മക്കൾ പഠിക്കണം. ഓക്കെ, വേറെ പഠിക്കേണ്ടെന്നല്ല, ബാക്കി മക്കൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചാപ്റ്റർ മൊത്തം പഠിച്ചോ. എന്നാൽ ഈ ചോദ്യങ്ങൾ മക്കൾ ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ ആദ്യം പറഞ്ഞുതരാം, ഇതിൽ തരുന്ന അതേപോലെ തന്നെ ആവണം ചോദ്യം എന്ന് പറയാൻ പറ്റില്ല. ചോദ്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഉത്തരം സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ ഇതാണ്: വിച്ച് റവല്യൂഷൻസ് പേവ്ഡ് ദ വേ എമർജൻസ് ഓഫ് സോഷ്യോളജി? അതായത് സമൂഹശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് ഉത്തരം അറിയാം. സയന്റിഫിക് റവല്യൂഷൻ, അതായത് ശാസ്ത്ര വിപ്ലവം, പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, പിന്നെ അതേപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായ വിപ്ലവം. മലയാളം മീഡിയത്തിൻ്റെ നോട്ടൊക്കെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം മിക്സ് ആയിട്ടാണ്. എനിക്കിപ്പോൾ ബോർഡിൽ രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാനുള്ള നിവൃത്തിയില്ല. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ ഒരുപാട് സമയം പിടിക്കും. അതിനൊന്നും നേരമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ എടുക്കുക. ഇനി തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് പിന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തിന് കുറേ ടൈം പിടിക്കും. അപ്പം രാത്രി ആകുമ്പോഴത്തേനും ഒക്കെ കിട്ടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ പഠിക്കും വേണ്ടടാ. ഓക്കെ, അപ്പോൾ എന്തായാലും 3 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം അതാണ്. ഇനി രണ്ടാമത് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി? സോഷ്യോളജി പഠനത്തിന് നമുക്ക് സ്വീകരിക്കാവുന്ന വ്യത്യസ്ത പഠന മേഖലകൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ മോഡൽ എക്സാമിന് പ്രാവശ്യം ഇൻ്റർവ്യൂവിനെ കുറിച്ച് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഏരിയ എന്നായിരിക്കും മിക്കവാറും ചോദ്യം വരിക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഏതൊക്കെ പഠന മേഖലകളാണെന്ന് മക്കൾ പഠിച്ചു വെക്കണം. സോഷ്യൽ സർവേ, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷണം എന്നാണ് അർത്ഥം. മലയാളം മീഡിയത്തിൻ്റെ നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അഭിമുഖം, ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മക്കൾ ഇത് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തതായിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ 3 മാർക്കിനല്ലടാ, ഒരു 3 പോയിന്റ് ഓരോന്നിനും പഠിച്ചു വെക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഈ സ്റ്റഡി മെത്തേഡ്സ് ചിലപ്പം ചോദിച്ചെന്ന് വരും. ഇവിടെ നോക്കൂ: ഡിഫൈൻ പാർട്ടിസിപ്പൻ്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മെത്തേഡ്സ്. അതായത് നമുക്കറിയാം നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ 2 ടൈപ്പ് ഉണ്ടല്ലടാ. പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത നിരീക്ഷണം, പിന്നെ നോൺ പാർട്ടിസിപ്പൻ്റ് അതായത് പങ്കാളിത്തരഹിത നിരീക്ഷണം. ഇത് ഓരോന്നും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇതിൽ എഴുതിയൊന്നും വായിക്കുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് നമ്മുടെ പ്രിന്റ് നോക്കിയിട്ട് വായിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിക്കുന്ന ആൾ, സോഷ്യോളജി പഠിക്കുന്ന ആൾ ആരെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് സൊസൈറ്റിയെ കുറിച്ചാണോ പഠിക്കുന്നത് അവിടെ പോയി നേരിട്ട് അവരുടെ കൂടെ താമസിച്ചിട്ട് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രദേശത്തെ മത്സ്യബന്ധന മീൻ പിടിക്കുന്ന ആളുകളെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിൽ ആ മീൻ പിടിക്കുന്ന ആളുകളുടെ കൂടെ താമസിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ കൂടെ ജോലിക്കൊക്കെ പോയി അവരുടെ കൂടെ മുറങ്ങിയൊക്കെ നിന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിന്ന് അവരുമായി ഇടപഴകിക്കൊണ്ട് പഠിക്കുന്നതാണ് പാർട്ടിസിപ്പൻ്റ്. എന്നാൽ അവിടെ പോവാതെ പഠിക്കുന്ന രീതിയാണ് നോൺ പാർട്ടിസിപ്പൻ്റ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചാൽ പ്രശ്നം കഴിയും. ഈ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനെ ഫീൽഡ് വർക്ക് എന്ന് കൂടി വിളിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ മലയാളം മീഡിയത്തിൻ്റെ നോട്ട് അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു 3 ചോദ്യമാണ് മക്കളെ എനിക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതായിട്ട് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് അത്ര ഈ പറഞ്ഞത് വരില്ല അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇനി പഠിക്കാനുള്ളത് കേസ് സ്റ്റഡി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അഭിമുഖത്തിൽ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളും കൂടി മക്കൾക്ക് വേണം. പിന്നെ സോഷ്യൽ സർവേ ഉണ്ട്, അത് മക്കൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ തരുന്നത്. നിങ്ങൾ മറ്റുള്ളത് പഠിക്കേണ്ട എന്നല്ല, പകരം എന്ത് ചെയ്യുക, ഇത് പഠിക്കാതെ മക്കൾ പോകരുത്, അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനാണ് ഇനി അടുത്തായിട്ട് ചോദ്യങ്ങൾ തരുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ഒരു ചോദ്യം വരും. ഇതിൽ നിന്നൊരു 1 വേർഡും വരും, 3 മാർക്കിൻ്റെ ചോദ്യം വരും. അപ്പോൾ ആ പാഠഭാഗം നിങ്ങൾ ശരിക്കും വായിക്കണം, അപ്പോഴേ 1 വേർഡ് കിട്ടുള്ളൂ. ഇനി 3 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളത്
ഒന്ന് റൈറ്റ് നോട്ട് അബൌട്ട് റൈറ്റ് ടു സർവീസ് ആക്ട്, അതായത് സേവനാവകാശ നിയമത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനോ അല്ലെങ്കിൽ സേവനാവകാശത്തിൻ്റെ ബെനിഫിറ്റ്സ് നേട്ടങ്ങൾ എന്താണോ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. നമുക്കറിയാം സർക്കാർ സേവനങ്ങൾ അല്ലെ, ഗവൺമെന്റിന്റെ സർവീസുകൾ നമുക്ക് അപ് ടു ടൈം അല്ലെ കറക്റ്റ് സമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കുന്ന നിയമമാണ് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സർവീസ് നമുക്ക് ഡിലേ ആയാൽ നമുക്ക് പരാതി കൊടുക്കാനുള്ള അതോറിറ്റി ഉണ്ട്. അവിടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ വൈകുന്ന ഓരോ ദിവസത്തിനും ഈ പരാതി ഡിലേ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇത് സേവനാവകാശ നിയമം കേട്ടോ മലയാളത്തിൽ. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻഡ് നോട്ട് അബൌട്ട് ലോക്പാൽ ആൻഡ് ലോകയുക്ത. അതായത് നമ്മുടെ രാജ്യത്ത് കറപ്ഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ, അഴിമതി തടയാനുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഡിഫറൻസോ അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന്, ചിലപ്പോൾ ലോക്പാൽ മാത്രം ചോദിക്കാം, ചിലപ്പോൾ ലോകായുക്ത മാത്രം ചോദിക്കാം. എന്തായാലും രണ്ടും കറപ്ഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ, സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കറപ്ഷൻ അഴിമതി തടയാനാണ് ലോക്പാൽ. സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാന തലത്തിൽ അഴിമതി തടയാനുള്ളതാണ് ലോകായുക്ത എന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി നോട്ട്സ് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ആറാമത്തത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് എന്ന് പറയുന്നൊരു ചോദ്യമാണ്. അതായത് ഇ ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അവിടെ നിങ്ങൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്നുകിൽ ഈ ചോദ്യം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇ ഗവേണൻസ് എന്താണെന്ന് ചോദിക്കാം. അതായത് നമുക്കറിയാം സർക്കാരിന്റെ സേവനങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ, അതായത് ഇലക്ട്രോണിക് ടെക്നോളജിയുടെ സഹായത്തോടെ ലഭ്യമാക്കുന്ന പ്രോസസ്സാണ് ഇ ഗവേണൻസ്. ഇതിന് ഉദാഹരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ +1 ഹയർ സെക്കൻഡറി അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലെ ഏകജാലകത്തിൽ അപേക്ഷ കൊടുക്കുന്നത്, പിന്നെ വിവിധ സർട്ടിഫിക്കറ്റുകളുടെ രജിസ്ട്രേഷന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇ ഗവേണൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സെക്ഷനായിരിക്കും ചോദിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യമാണ്, അതായത് ഇ ഗവേണൻസിന്റെ ബെനിഫിറ്റ്. അപ്പോൾ നമുക്കറിയാം എല്ലാം ഓൺലൈനായിട്ട് സർക്കാരിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. സർക്കാരിൻ്റെ സേവനങ്ങളൊക്കെ വളരെ സ്പീഡായിട്ടും എഫക്റ്റീവായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ സമയം ലാഭമാണ്, അതുപോലെ പൈസ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവാണ് അല്ലെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളൊരു 3 പോയിന്റ് പഠിച്ചു വെക്കാം. 3 മാർക്കിനാണ് ചോദിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് ഏഴാമത്തെ ചോദ്യം, അതായത് മൊത്തം 19ഓളം ചോദ്യങ്ങളുണ്ട് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി ഏഴാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. അതായത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ വിഭാഗങ്ങൾ അല്ലേ, അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരും. നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൾ ഇന്ത്യ സർവീസ്, അതായത് അഖിലേന്ത്യാ സർവീസ്, പിന്നെ സെൻട്രൽ സർവീസ്, അതായത് കേന്ദ്ര സർവീസ്, പിന്നെ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് അല്ലേ. അതിൽ ഓൾ ഇന്ത്യ സർവീസ് അഥവാ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ കേന്ദ്ര തലത്തിലാണ് നിയമനം നടക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. അതേപോലെ തന്നെ അവിടേക്കുള്ള റിക്രൂട്ട്മെന്റും അതേപോലെ തന്നെ നിയമനം എല്ലാം എവിടേക്കായിരിക്കും നിയമനം, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും അതേപോലെ സംസ്ഥാന ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുമായിരിക്കും. അതായത് കേന്ദ്ര ഗവൺമെന്റ് നിയമനം നടത്തും, പക്ഷേ ജോലി ചിലപ്പോൾ നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് കീഴിലും കിട്ടിയേക്കാം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിലും കിട്ടിയേക്കാം. അതിന് ഉദാഹരണമാണ് IAS IPS ഒക്കെ. എന്നാൽ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് എന്നറിയപ്പെടുന്ന കേന്ദ്ര സർവീസിൽ എന്താ പ്രത്യേകത വെച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവിടേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്, നമ്മുടെ അഖിലേന്ത്യാ സർവീസിനെ പോലെ തന്നെ. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ അവർക്ക് ജോലി കിട്ടുള്ളൂ. ഉദാഹരണമായിട്ട് ഇന്ത്യൻ റെയിൽവേ ഒരിക്കലും സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ റെയിൽവേ ഒന്നില്ലല്ലോ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ കേന്ദ്ര സ്ഥാപനങ്ങളിൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ. ഇനി മൂന്നാമത്തേതാണ് സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ്. അതിന്റെ പ്രത്യേകത പേര് തന്നെ ഉണ്ട്, എന്താ അവിടേക്കുള്ള നിയമനം നടത്തുന്നതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ വില്ലേജ് ഓഫീസർ, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഓഫീസർമാരുടെ പേര് പറയാം. അപ്പോൾ മക്കൾ അത് പഠിച്ചേക്കണം. 3 പഠിച്ചേക്കാം. ചിലപ്പോൾ 3 കൂടി ചോദിക്കും, അല്ലെങ്കിൽ മിക്കവാറും ഇതിലേതെങ്കിലും 1 മാത്രമായിട്ടും ചോദിച്ചേക്കാം. മനസ്സിലാക്കുക, ഇതെല്ലാം കൂടി പരീക്ഷയ്ക്ക് വരില്ല, ഇതിൽ ഒരു ചോദ്യം വരുള്ളൂ കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങളും പലതവണ ചോദിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇതിന് ഞാൻ കുറച്ച് അധികം ചോദ്യങ്ങൾ എടുത്തത് കേട്ടോ. 8ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം വരും. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ മക്കൾ അത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഡീറ്റെയിൽഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്താ അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, യോഗ്യത അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയമനം, അതേപോലെ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ, ശ്രേണിപരമായ സംഘാടനം, പിന്നെ അതേപോലെ പ്രൊഫഷണലിസം, വൈദഗ്ധ്യം, പെർമനൻസ്, സ്ഥിരത, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 4-5 ഉണ്ട് അല്ലേ മക്കൾ. അതിലൊരു 3 മതി നമുക്ക്. എന്നാലും നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതിയൊക്കെ ചോദിച്ചാൽ ഞാൻ 3 എഴുതിയാൽ മതി. 3 പോയിന്റ് അല്ലേ, 3 മാർക്കല്ലേ. എന്നാൽ എല്ലാം എഴുതിയൊക്കാൻ പറ്റുന്നവരെ എല്ലാം എഴുതുക. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചോ. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും 2-3 മാത്രം ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്.
സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിലൂടെ നടത്തുന്ന അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ പൊതുഭരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗവൺമെന്റിന്റെ പോളിസികൾ ഫോർമുലേറ്റ് തയ്യാറാക്കുക, അതേപോലെ തന്നെ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക, അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. ഇങ്ങനെ കണ്ട് 3 പോയിന്റ് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ഓംബുഡ്സ്മാനും സെൻട്രൽ വിജിലൻസ് ഓഫീസർ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേബിലെ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഉണ്ട്. അതൊക്കെ പലതവണ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഒരു നിഗമനത്തിൽ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ പഠിക്കാം. എന്നാൽ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണെന്ന് മാത്രം. ഓക്കെ, ഇനി ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആ ചാപ്റ്റർ നമുക്ക് ടോട്ടൽ 7 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. പക്ഷേ അതിലൊന്ന് 1 വേർഡ് ആണ്. അപ്പോൾ 1 വേർഡിന് മക്കൾ ആ ചാപ്റ്റർ മൊത്തമായിട്ട് വായിക്കുക. ഓക്കെ, ഇവിടുന്ന് ചോദ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മൊത്തമായിട്ട് വായിക്കുക. സമയമുണ്ടെങ്കിൽ നമുക്ക് 1 വേർഡ് മാത്രം വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ നോക്കാം. ജസ്റ്റ് പറഞ്ഞിട്ടെങ്കിലും നോക്കാം. സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ അതിൽ നിന്ന് മറ്റൊന്ന് 3 മാർക്കിന് നിങ്ങൾക്ക് മാപ്പാണ് വരിക. മാപ്പ് നമുക്കറിയാം 4 മാർക്കിനാണ് ടോട്ടൽ വരിക. പക്ഷേ അതിൽ തുറമുഖങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് മാപ്പിൽ. അത് നമുക്ക് അടുത്ത ചാപ്റ്റർ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ അല്ലേ, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 8ാമത്തെ ചാപ്റ്ററിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിന് 3 മാർക്കിന് മാപ്പും ഒരു 1 വേർഡും പിന്നെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരിക ഈ 7ാമത്തെ ചാപ്റ്ററിന് ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസിന്. ആ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒന്ന് ട്രാൻസ് ഹിമാലയ നിരകളെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ ചിലപ്പം ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ട്രാൻസ് ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം അല്ലേ, ഉത്തരപർവ്വത മേഖലയുടെ ഒരു ഉപവിഭാഗമാണ്. ട്രാൻസ് ഹിമാലയത്തിന് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം: കാരക്കോറം, ലഡാക്ക്, സസ്കർ അല്ലേ. ഇനി ഇതിൽ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു, ഗോഡ്വിൻ ആസ്റ്റിൻ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാരക്കോറം നിരകളിലാണ്. അതുപോലെ തന്നെ 6000 മീറ്ററാണ് ഇതിന്റെ ശരാശരി ഉയരം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്ത് 3 പോയിന്റ് പഠിച്ചാലും മതി. ഓക്കെ, ഇനി റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. ഹിമാലയൻ നിരകൾ, ദ ഹിമാലയാസ് എന്നറിയപ്പെടുന്ന ഹിമാലയൻ നിരകളുടെ ഫീച്ചറാണ്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഓൾസോ ദ പാർട്ട് ഓഫ് നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം. ഇതും എന്തിന്റെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം തന്നെയാണ്. ഇതിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. എന്നിട്ട് ഹിമാദ്രിയുടെ ഫീച്ചർ പഠിക്കാം. ഹിമാദ്രി എന്ന് പറഞ്ഞാൽ 6000 മീറ്ററിലധികം ഏവറേജ് ഹൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സ്നോ ക്ലൈഡ് ആയിട്ടുള്ള എപ്പോഴും മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്. ഗംഗ, യമുന പോലുള്ള നദികളുടെ ഉറവിട കേന്ദ്രമാണ് അല്ലേ. പിന്നെ അതേപോലെ 8000 മീറ്ററിലധികം ഉയരമുള്ള ഒരുപാട് കൊടുമുടികൾ അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ഒരു 3 പോയിന്റ് പഠിച്ചാൽ മതി. ഇനി അതേപോലെ ഹിമാചൽ ആണെങ്കിൽ നമുക്കറിയാം ഹിമാദ്രിക്ക് തൊട്ട് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ സിവാലിക്കിനും ഹിമാദ്രിക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക. ഏവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 മീറ്റർ ആണ്. അതുപോലെ തന്നെ അവിടെയാണ് നമ്മുടെ ഷിംല, മണാലി, കുളു, കാംഗ്ര എന്നൊക്കെ പോലുള്ള മനോഹരമായിട്ടുള്ള താഴ്വരകളും വാലീസും ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത്. അതിലേതെങ്കിലുമൊക്കെ 2 മെൻഷൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവസാനത്തെ സിവാലിക്കാണ്. സിവാലിക്കിന് ഏകദേശം 1200 മീറ്ററൊക്കെയാണ് അതിൻ്റെ ഏവറേജ് ആയിട്ടുള്ളത്. അത് ഏറ്റവും ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സദേൺ മോസ്റ്റ് ആയിട്ട് ഹിമാചലിൻ്റെ നേരെ തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിവാലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡൂൺസ് എന്നറിയപ്പെടുന്ന കുറേ സ്റ്റീപ്പ് ആയിട്ടുള്ള ഫ്ലാറ്റ് വാലീസ്, ഒരു പ്രത്യേക വിശാലമായ താഴ്വരകളുണ്ട്. അതിനുദാഹരണമാണ് നമ്മുടെ ഡെറാഡൂണൊക്കെ. അത്തരം കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടും ചോദിക്കും. ഹിമാചലോ സിവാലിക്കോ മാത്രമായിട്ടും ചോദിച്ചേക്കാം. അപ്പോൾ എന്തായാലും അത് പഠിച്ചു വെക്കണം. റൈറ്റ് ആൻഡ് നോട്ട് അബൌട്ട് ഈസ്റ്റേൺ ഹിമാലയാസ്, കിഴക്കൻ ഹിമാലയാസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് പറയും, കിഴക്കൻ ഉന്നതടങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് അതും നമ്മുടെ പാർട്ട് ഓഫ് നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം തന്നെയാണ്, ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം തന്നെയാണ്. അതിനെ നമുക്ക് പല കുന്നുകളായിട്ട് തരംതിരിക്കാം: ഗാസി, ഗാരോ, ജയന്തിയ, പാട്കൈബം, നാഗ, മിസോ അല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ കുന്നുകളുണ്ട്. അപ്പോൾ ആ കുന്നുകളുടെയൊക്കെ പേരുകൾ മെൻഷൻ ചെയ്യുക. ഇവിടെയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത്. അതും ഓർത്ത് വെക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏവറേജ് ഹൈറ്റ് പറയുന്നുണ്ട് 500-നും 3000-നും ഇടയിലായിട്ടാണ് ഇതിൻ്റെ ഏവറേജ് ശരാശരി ഉയരമുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് നല്ല ഡിവിഡ വനങ്ങളാണ്, വനമേഖലയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ മക്കളെ. ഇനി അടുത്ത ചോദ്യം വരുന്നത് റൈറ്റ് ആൻഡ് നോട്ട് അബൌട്ട് ദ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. നമ്മുടെ ഉത്തര മഹാസമുദ്രം എന്ന് പറഞ്ഞൊരു അടുത്ത ഡിവിഷൻ ഉണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ ചിലപ്പം ചോദിക്കും. ഇന്ത്യയുടെ ഗ്രാനറി, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ജലവാസമുള്ള പ്രദേശമാണ്. അലൂവിയൽ ഡെപ്പോസിഷൻ, അതായത് നമ്മുടെ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണാണ് അവിടെ കൂടുതൽ കാണപ്പെടുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള നദികൾ ചേർന്ന് അതിൻ്റെ ട്രിബ്യൂട്ടറീസും അതിൻ്റെ പോഷക നദികളും ചേർന്നുള്ള അലൂവിയൽ ഡെപ്പോസിഷൻ, എക്കൽ നിക്ഷേപ ഫലമായിട്ടാണ് ഈ പ്രദേശം രൂപം കൊണ്ടെന്നൊക്കെ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏക മരുഭൂമിയായ താർ ഡെസേർട്ടും ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. രാജസ്ഥാനിലാണ് താർ ഡെസേർട്ട്, ഓർത്ത് വെക്കട്ടോ. ചിലപ്പോൾ 1 വേർഡൊക്കെ വന്നേക്കാം. ഇനി അടുത്തത് റൈറ്റ് ആൻഡ് നോട്ട് അബൌട്ട് പെനിൻസുലാർ പ്ലേറ്റ്യൂ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ പറഞ്ഞ എന്താ പറയുക ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ, ഭൂപ്രകൃതി ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രത്യേകതകളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പ്രദേശം, റോക്കുകൾ ഉണ്ടാക്കിയത്, പാറകൾ കൊണ്ടുണ്ടാക്കിയത്, ഏറ്റവും പഴക്കമേറിയ ശിലകൾ കൊണ്ടുണ്ടാക്കിയതാണ്. ലാവ എക്സ്പ്ലോഷൻ കുറേ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കൊണ്ടുണ്ടായതാണ്. അതേപോലെ തന്നെ ഇവിടെ മെറ്റമോഫിക് റോക്സ്, കായാന്തരിത ശിലകളൊക്കെയാണ് ഉള്ളത്. ബസാൾട്ട് റോക്സ് എന്ന് പറയും. പിന്നെ അതായത് ബസാൾട്ട് ശിലകൾ. പിന്നെ ഇവിടെ കറുത്ത മണ്ണ്, അതായത് ബ്ലാക്ക് സോയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മേഖലയെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ കുറേ
മലകൾ അവിടെ ഉണ്ട്. ആരവല്ലി, വിന്ധ്യ, സത്പുര, അതേപോലെ തന്നെ വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്, പിന്നെ കുറേ പ്ലാറ്റ്യൂസ് ഉണ്ട്. ഡക്കാൻ പ്ലാറ്റ്യൂ, മാൾവ പ്ലാറ്റ്യൂ, കത്തിയവാറ്, കച്ച്, ഛോട്ടാ നാഗ്പൂർ എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്യൂസ് ഉണ്ട്. ഈ ഡിവിഷൻസിനെ കുറിച്ചൊക്കെ പറയാം. ഇതിലേതെങ്കിലും ഒന്നൊക്കെ മാപ്പ് 2 മാപ്പിൽ വരും കേട്ടോ. ഇതിൽ 2 അതായത് ഒരു മലയും വരും, ഒരു പീഠഭൂമിയും വരും, ഒരു പ്ലാറ്റ്യൂവും വരും നമ്മുടെ മാപ്പിൽ അടയാളപ്പെടുത്താൻ. അപ്പോൾ അതൊക്കെ വരച്ച് പഠിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഇന്ത്യയുടെ മിനറൽ മെക്ക എന്നാണ്, ഇത് ധാതുക്കളുടെ കലവറ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കുക. അടുത്ത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. സിമ്പിളാണ്. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം, അതേപോലെ ഫിസിയോഗ്രഫി ഭൂപ്രകൃതി, പിന്നെ നിയർനെസ് ടു സീ അതായത് സമുദ്ര സാമീപ്യം, പിന്നെ ആൾട്ടിറ്റ്യൂഡ് ഉയരം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും 3 പഠിച്ചാൽ മതി. സാധാരണ ചോദിക്കുന്നതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അടുത്ത് വാട്ട് ഈസ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്? എന്താണ് പശ്ചിമ അസ്വസ്ഥത എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. നമുക്കറിയാം നമ്മുടെ വിന്റർ സീസൺ, ഇന്ത്യയിലെ ശൈത്യകാലത്തിൻ്റെ ഒരു സവിശേഷതയാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. അങ്ങ് ദൂരെ നമ്മുടെ യൂറോപ്പിൽ മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞൊരു കടലുണ്ട്. ആ കടലിന് മുകളിൽ രൂപം കൊള്ളുന്ന, ശൈത്യകാലത്ത് രൂപം കൊള്ളുന്ന, അതായത് വിന്റർ സീസണിൽ രൂപം കൊള്ളുന്ന ഒരു ലോ പ്രഷർ, ഒരു ന്യൂനമർദ്ദം, നമ്മുടെ ജെറ്റ് സ്ട്രീം എന്നറിയപ്പെടുന്ന ട്രോപ്പോസ്ഫിയറിലൂടെ കടന്നു പോകുന്ന ഒരു കാറ്റുണ്ട്. അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഈ ജെറ്റ് സ്ട്രീം അല്ലെങ്കിൽ ജെറ്റ് പ്രവാഹം ഈ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചുഴലിക്കാറ്റാണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ സൈക്ലോൺ എന്ന് പഠിച്ചില്ലായിരുന്നോ, ചക്രവാതം അല്ലേ, ആ സാധനമാണത്. അപ്പോൾ ആ സാധനത്തെ നേരെന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ശൈത്യകാല മഴയ്ക്ക്, വിന്റർ ആയിട്ടുള്ള റെയിനൊക്കെ കാരണമാവും. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചാബ്, ഹരിയാന പ്ലെയിൻസിലൊക്കെയാണ് ശക്തമായിട്ടുള്ള ശൈത്യകാല മഴയ്ക്ക് ഇത് കാരണമാവുക. അത് നമ്മുടെ പഞ്ചാബ് റീജിയനിലൊക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പ്, വീറ്റല്ലേ, റാബി ക്രോപ്പല്ലേ. അപ്പോൾ ആ റാബി വിളകളുടെ വളർച്ചയ്ക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മഴയാണ് നൽകുന്നത്. എന്തായാലും ഈ പ്രതിഭാസത്തിന്, ശൈത്യകാലത്ത് ഉണ്ടാകുന്ന ഈ മഴയ്ക്ക് പറയുന്ന പേരാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും വരും. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഏത് ക്ലൈമറ്റിൻ്റെ ഫിനോമിനയാണ്? ഏതാണ്? വിന്റർ സീസൺ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആ ചാപ്റ്ററിൽ ഞാൻ അത്രയും ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. വലിയ ചാപ്റ്ററാണ്, എന്നാലും സാധാരണ ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. 3 മാർക്കേ വരുള്ളൂ. അപ്പം ഒറ്റ ക്വസ്റ്റ്യനെ വരുള്ളൂ. പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മൊത്തമായിട്ട് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക, കാരണം 1 വേർഡും കൂടി വരുന്നതാണ്. ഇനി അടുത്ത റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നെക്സ്റ്റ് ചാപ്റ്ററാണ്. അതായത് നമ്മുടെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നും ഇതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യനെ നമുക്ക് വരുള്ളൂ. പിന്നെ ഒരു 1 വേർഡ് ആണ് വരിക. ആ ചാപ്റ്ററിൽ മക്കളെ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അതിലൊന്നൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 1 വേർഡ് ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും വരാം. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് മക്കൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഒരു മാപ്പാണ്. അതായത് നമ്മുടെ പാരദീപോ ഹാൽഡിയോ ഏതെങ്കിലുമൊക്കെ ഒരു എന്ത് ചെയ്യുക, ഒരു മാപ്പിൽ അതെല്ലാം കണ്ടില്ല, ഇങ്ങനെ കുറേ മാപ്പുകളുണ്ട്. മാപ്പുകളല്ല, പോർട്ടുകളുണ്ട്. അതിലേതെങ്കിലും ഒരു പോർട്ട് മാപ്പിൽ വരും. അപ്പോൾ 2 മാർക്കായി. പിന്നെ നിങ്ങൾക്ക് വരും 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ നമ്മുടെ ക്രോപ്പിംഗ് സീസൺസ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങളെക്കുറിച്ചൊരു ചോദ്യം വന്നേക്കാം. ഖാരിഫ്, റാബി, സൈദ് 3 തരത്തിലുള്ള കാർഷിക കാലങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഖാരിഫ് എന്ന് പറഞ്ഞാൽ മൺസൂൺ സീസണിൽ മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പുകളാണ്. മൺസൂണിൻ്റെ ആരംഭത്തിൽ കൃഷി ചെയ്യുന്നു, മൺസൂണിൻ്റെ അവസാനത്തിൽ കൃഷി എടുക്കുന്നു, വിളവെടുക്കുന്നു അല്ലേ. അപ്പോൾ ഹാർവസ്റ്റിംഗ് എന്ന് വരുന്നത് മൺസൂണിൻ്റെ അവസാനത്തിലാണ്. സോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് ക്രോപ്പാണ് നമ്മുടെ നെല്ല് അല്ലേ, അതായത് നമ്മുടെ റൈസ്. അതൊക്കെ ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. ബോക്സ് ഉണ്ട്, ബോക്സായിട്ട് പഠിച്ചു വെക്കുക. റാബി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ വീറ്റൊക്കെയാണ് റാബി ക്രോപ്പ്. ശൈത്യകാലത്താണ് അത് കൃഷി ചെയ്യുന്നത്. ശൈത്യകാലം കഴിയുമ്പോൾ അടുത്ത വേനൽക്കാലം വരുമ്പോഴത്തേന് അത് വിളവെടുക്കും. ഇനി വേനൽക്കാലത്ത് മാത്രം കൃഷി ചെയ്യുന്ന, വേനൽക്കാലത്തിന് ആരംഭത്തിൽ കൃഷി ഇറക്കിയിട്ട് മഴക്കാലം വരുമ്പോഴത്തേന് വിളവെടുക്കുന്ന, മൺസൂൺ വരുമ്പോഴത്തേന് വിളവെടുക്കുന്ന ക്രോപ്പുകളാണ് സൈദ് ക്രോപ്പുകൾ. പഴങ്ങൾ, പച്ചക്കറികളൊക്കെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെയാണ് അതിൽ പെടുന്നത്. ആ സാധനങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 1 വേർഡോ ഒക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് മക്കളെ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് സ്യൂട്ടബിൾ ഫോർ വീറ്റ് കൾട്ടിവേഷൻ? അതായത് ഗോതമ്പിൻ്റെ കൃഷിക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂമിശാസ്ത്ര സവിശേഷത എന്താണെന്നാണ്. നമുക്ക് ഒരുപാട് ക്രോപ്പുകൾ, ഒരുപാട് വിളകളെ കുറിച്ച് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിലേതെങ്കിലും ഒരു വിളയെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ കാര്യം നമുക്കറിയാം, ഇതൊരു റാബി ക്രോപ്പാണ്. അതുപോലെ തന്നെ നല്ല ഡ്രെയിൻഡ് ആയിട്ടുള്ള വാർന്നു പോകുന്ന എക്കൽ മണ്ണാണ് ഇതിന് അനുയോജ്യം. അതുപോലെ തന്നെ 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഇതിന് ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. വിളവെടുക്കുമ്പോൾ, വിളവിറക്കുന്ന സമയത്താണ് 10 ഡിഗ്രി വരെയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ശരാശരി 75 സെൻറ്റിമീറ്റർ ഒക്കെ മഴ ആവശ്യമുള്ളൂ. പഞ്ചാബിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഒരു 3 പോയിന്റെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മുടെ നെല്ലിന് അനുയോജ്യമായിട്ടുള്ള ഫീച്ചേഴ്സാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ റൈസ് കൾട്ടിവേഷൻ? ഓക്കെ, അപ്പോൾ നെല്ല് നമുക്കറിയാം ഇത് റാബി ക്രോപ്പാണ്. 150 സെൻറ്റിമീറ്ററോളം റെയിൻഫാൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 24 സെൻറ്റിമീറ്റർ വരെ അത്യാവശ്യം നല്ല ചൂട് ഗോതമ്പിനേക്കാൾ വേണം. പിന്നെ അതേപോലെ തന്നെ അലൂവിയൽ സോയിലാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണ്. പിന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ എവിടെ പോയി, ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ജോഗ്രഫിക്കൽ കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്കറിയാം കോട്ടണും ഒരു ഖാരിഫ് ക്രോപ്പാണ്. അതുപോലെ തന്നെ കോട്ടണിന് നമുക്ക് ഏകദേശം
20 to 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഊഷ്മാവ് ആവശ്യമുണ്ട്, ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണാണ് ഏറ്റവും സ്യൂട്ടബിൾ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കുറഞ്ഞ അളവിലുള്ള മഴ മാത്രം ഇതിന് ആവശ്യമുള്ളൂ അല്ലേ. പിന്നെ കോട്ടനെ കുറിച്ച് നിങ്ങൾക്ക് വൺ വേർഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ലോകം മൊത്തം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിക്ക് ഈ തുണി വ്യവസായത്തിന് ഉപയോഗിക്കുന്ന ഒരു ക്രോപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുംബൈയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കോട്ടൺ തുണികൾ ഉൽപ്പാദിപ്പിക്കുന്നത്, പരുത്തി തുണികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാം സ്ഥാനം അഹമ്മദാബാദിനാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിനാണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ മുംബൈയാണ് മെയിൻ സെൻറ്റർ, മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ കോട്ടൺ ടെക്സ്റ്റൈൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണെന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ വൺ വേർഡൊക്കെ ചോദിക്കട്ടോ. എന്നാൽ കോട്ടൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വയ്ക്കുമ്പോൾ മക്കൾ 3 പോയിന്റ് മാത്രം എഴുതി മതി. ടെമ്പറേച്ചർ, അതേപോലെ തന്നെ റെയിൻഫാൾ, പിന്നെ അതിൻ്റെ മണ്ണ്. ഓക്കെ, ബ്ലാക്ക് സോയിൽ എന്ന് മറക്കരുത്, ചിലപ്പോൾ അതൊക്കെ വൺ വേർഡ് വന്നേക്കാം. നെക്സ്റ്റ് മക്കളെ, വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് റിക്വയർഡ് ഫോർ റബ്ബർ കൾട്ടിവേഷൻ? നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണ് റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ചിലപ്പോൾ ചോദിക്കട്ടോ റബ്ബർ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ. അപ്പോൾ കേരളത്തിലാണെന്ന് മനസ്സിലാക്കുക. ലാറ്ററൈറ്റ് മണ്ണാണ് വേണ്ടത്. അതുപോലെ തന്നെ 150 സെൻറ്റിമീറ്ററോളം എന്ത് വേണം, റെയിൻഫാൾ വേണം. പിന്നെ നല്ല എന്ത് വേണം, ടെമ്പറേച്ചർ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവശ്യമായ ടെമ്പറേച്ചർ കേട്ടോ. ഇതൊക്കെയാണ് റബ്ബറിൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ്, റിക്വയർഡ് ഫോർ വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്? ഇരുമ്പുരുക്ക് ശാലകൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇരുമ്പുരുക്കിന് ആദ്യം ഇരുമ്പയിര്, അയണോർ വേണം, പിന്നെ കോള് വേണം, കൽക്കരി, പിന്നെ മാംഗനീസ്, ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല്, പിന്നെ ഡോളമൈറ്റ്. ഇത്രയും സാധനങ്ങളുണ്ടായ നമുക്ക് ഇരുമ്പുരുക്ക് ശാല പ്രവർത്തിപ്പിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്? നമുക്കറിയാം 2 തരത്തിലുള്ള എനർജി സോഴ്സ്, ഊർജ്ജത്തിന് ഉറവിടങ്ങളാണത്. കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതം, മറ്റൊന്ന് നോൺ കൺവെൻഷണൽ അതായത് പാരമ്പര്യേതരം. ഇങ്ങനെ 2 തരത്തിലുള്ളത്. ഇതിൽ കൺവെൻഷണൽ അഥവാ പരമ്പരാഗതം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഈ ഫോസിൽ ഫ്യൂവൽസ് എന്നറിയപ്പെടുന്ന കോള്, കൽക്കരി, അതുപോലെ ഡീസൽ, പെട്രോൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ. ഇത് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ? ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതേപോലെ നോൺ റിന്യൂവബിൾ ആണ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് പുനരുജ്ജീവിക്കാൻ കഴിയില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും അല്ലേ, പിന്നെ അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് പൊല്യൂട്ടഡ് ആണ് അല്ലേ, എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയിട്ട് നമ്മളിന്ന് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പരമ്പരാഗതമല്ലാത്ത പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എഴുതണം. സോളാർ എനർജി, അതായത് നമ്മുടെ സൂര്യപ്രകാശം, സൗരോർജ്ജം അല്ലേ. പിന്നെ വിൻഡ് എനർജി, അതായത് നമ്മളെ കാറ്റിൻ്റെ സഹായത്തോടുള്ള ഊർജ്ജം. പിന്നെ അതേപോലെ തന്നെ തിരമാല എന്നുള്ള വേവ്സ് എനർജി. പിന്നെ അതേപോലെ തന്നെ ബയോഗ്യാസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നെന്താണ് ലെസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലേ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ പരിസര മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ചീപ്പാണ്, വില കുറവുള്ളതാണ്. പിന്നെ അതേപോലെ റിന്യൂവബിൾ ആണ്, പിന്നെയും നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന്. സൗരോർജ്ജമൊക്കെ പെട്ടെന്ന് തീർന്നു പോവോ? ഇല്ല. റൈറ്റ് ആൻഡ് നോട്ട് അബൌട്ട് ദ ഗോൾഡൻ ക്വാഡ്രാങ്കിൾ സൂപ്പർ ഹൈവേ, സുവർണ്ണ ചതുഷ്കോടി എന്ന് പറയും. അപ്പോൾ ഗോൾഡൻ ക്വാഡ്രാങ്കിൾ സൂപ്പർ ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം നാഷണൽ ഹൈവേ, അതേപോലെ സ്റ്റേറ്റ് ഹൈവേ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് റോഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാധാ ലോക്കൽ റോഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള റോഡുകളുണ്ട്. ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ജില്ലാ പാതകൾ എന്നൊക്കെ പറഞ്ഞുള്ള റോഡുകളുണ്ട്. ഗ്രാമീണ പാതകളിലെ വില്ലേജ് റോഡുകളൊക്കെ. അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ റോഡുകളാണ് ഗോൾഡൻ ക്വാഡ്രാങ്കിൾ സൂപ്പർ ഹൈവേ എന്നറിയപ്പെടുന്ന സുവർണ്ണ ചതുഷ്കോടി. നമ്മുടെ രാജ്യത്തെ 4 പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങളുണ്ട്. ഏതൊക്കെയാ? മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ അല്ലേ. ഈ 4 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളാണിത്. ദേശീയപാത അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതിന്റെ ചുമതല എന്നൊക്കെ മനസ്സിലാക്കുക. ചിലപ്പോൾ 3 മാർക്കിന് ചോദിച്ചേക്കാം, എനിക്ക് അങ്ങനെ തോന്നുന്നു. മക്കളെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ഇന്ത്യയിലെ ജലഗതാഗത മാർഗ്ഗങ്ങളുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്നല്ല, മറ്റ് ഗതാഗത സംവിധാനങ്ങളെ അപേക്ഷിച്ച് ജലഗതാഗത മാർഗ്ഗങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ വീഡിയോ കുറച്ച് കട്ടായതിൻ്റെ കാരണം വേറെ ഒന്നല്ല മക്കളെ, ഞാൻ ഫുൾ വീഡിയോ പറഞ്ഞു. 50 ചില്ലാൻ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 50 ചില്ലാൻ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ക്യാമറ നോക്കിയപ്പം 25 ചോദ്യം കഴിഞ്ഞപ്പം അത് സ്റ്റക്കായി പോയടാ, ക്യാമറ ഡൗൺ ആവുക എന്തോ ചെയ്തു പോയി. അപ്പം പിന്നെ രണ്ടാമത് എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ എനർജി ഒന്നും ഉണ്ടാവില്ല, അത് ഉള്ളതും പോയിക്കണേ. പക്ഷെ മക്കൾക്ക് എടുത്ത് തരണമല്ലോ, എന്താ ചെയ്യാലോ, ഓരോ വിധി ഇങ്ങനെ കിടക്കിടക്ക് സംഭവിക്കണം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും മക്കളെ, വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സിമ്പിളായിട്ട്, അതായത് ഈ മറ്റുള്ള ഈ റോഡിലൂടെയും റെയിൽവേയിലൂടെയും അതേപോലെ ആകാശത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. വാട്ടർ ട്രാൻസ്പോർട്ട് നമുക്കറിയാം അത് വളരെ ചീപ്പാണ്, ചിലവ് കുറവാണ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം വളരെ കുറവാണ്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള കാർഗോ ട്രാൻസ്പോർട്ടേഷൻ, ചരക്ക് ഗതാഗതത്തിന് അനുയോജ്യമാണ്, ഇന്റർനാഷണൽ ട്രേഡിന് അനുയോജ്യമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 3 പഠിച്ചു വെക്കട്ടെ മക്കളെ. ഇനി അടുത്തത്, വാട്ട് ആർ ദ വാട്ടർ ബോഡീസ് ലാർജ്ലി യൂസ്ഡ് ഫോർ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഇന്ത്യ? ഈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, ഉൾനാടൻ ജലഗതാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ, കായലുകൾ, അതായത് റിവേഴ്സ്, ലേക്ക് എന്നിവകളിലൂടെയുള്ള സഞ്ചാരത്തിനാണ് നമ്മുടെ ഇൻലാൻഡ് നാവിഗേഷൻ അല്ലെങ്കിൽ ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട്
ഒരുപാട് വലിയ വലിയ നദികളും ലേക്സ് ഒക്കെ ഇടാം. ഇതിലൂടെയൊക്കെ ഒരുപാട് കപ്പലുകളും മറ്റുള്ള യാത്രകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുന്ന പ്രധാനപ്പെട്ട നദികളും തടാകങ്ങളൊക്കെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒന്ന് നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സ് തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളാണ് ഗോദാവരി, കൃഷ്ണയൊക്കെ. അതിൽ ഗോദാവരിയാണ് ഏറ്റവും നീളമുള്ള പെനിൻസുലർ റിവർ. ഉപദ്വീപി നദി ഓർത്ത് വെക്കണം, വൻവേടൊക്കെ വരും കേട്ടോ. പിന്നെ അതേപോലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിലൂടെ കടന്നു വന്ന ബക്കിംഗ്ഹാം കനാല്, പിന്നെ ഗോവയിലെ മണ്ടോവി സുവാരി റിവേഴ്സ്, പിന്നെ കേരളത്തിലെ ഒരുപാട് ബാക്ക് വാട്ടേഴ്സിലിടാം, വേമ്പനാട്, അഷ്ടമുടി എന്നൊക്കെ തുടങ്ങിയിട്ടില്ലേ. ഇതിലേതെങ്കിലൊക്കെ ഒരു 3 പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പൊതുചെലവും പൊതുവരുമാനവും. നമ്മൾ ടാക്സിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുള്ളത് നമ്മുടെ ടാക്സുകളെ കുറിച്ചാണ് അല്ലേ. അതായത് നമ്മുടെ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും, അതായത് വികസന ചെലവും വികസനേതര ചെലവും തമ്മിൽ കമ്പയർ ചെയ്യാനോ ഇതെന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മുടെ കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുക, പാലങ്ങൾ നിർമ്മിക്കുക, സ്കൂളുകൾ നിർമ്മിക്കുക, അതേപോലെ തന്നെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ, എന്തെങ്കിലും തെങ്ങായിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാക്കുക. ഇതിനൊക്കെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറാണ്, നമ്മൾ വികസനത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ. എന്നാൽ വാർ, യുദ്ധം, അതേപോലെ തന്നെ പലിശ, അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റുകളൊക്കെ പല ആളുകളുടെ അടുത്തും പല സ്ഥാപനങ്ങളിലൊക്കെ കടങ്ങൾ വാങ്ങും. അപ്പോൾ കടങ്ങൾ വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും, പലിശ കൊടുക്കേണ്ടി വരില്ലടാ. അപ്പോൾ അത്തരത്തിലുള്ള പലിശയൊക്കെ നമുക്കൊരു ചിലവാണ് അല്ലേ, അത് ഡെവലപ്മെന്റ് അല്ല, അതൊരു അധിക ചിലവാണ്. അപ്പോൾ ഇത് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ പെൻഷൻ, അതിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. വാർദ്ധക്യ പെൻഷനും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന പെൻഷനും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള പെൻഷൻസ് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്, വിധവാ പെൻഷൻ അല്ലേ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഗവൺമെന്റ് ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇത് എന്താണ്, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസനേതര ചെലവിലാണ് പെടുന്നത്. ഓക്കെ, ഇനി മക്കളെ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഇൻക്രീസ് ഇൻ ഇന്ത്യസ് പബ്ലിക് ഡെപ്റ്റ് ഓർ പബ്ലിക് എക്സ്പെൻഡിച്ചർ? ഇന്ത്യയിലെ പൊതുചെലവും അല്ലെങ്കിൽ പൊതുകടം, ഈ രണ്ട് സാധനം രണ്ട് ടേമാണ്. പൊതുചെലവ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ചെലവാണ്, പൊതുകടം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കടം. ഇത് രണ്ടും കൂടാനുള്ള കാരണങ്ങൾ, ഇന്ത്യയിൽ ഇത് രണ്ടും കൂടുതൽ, ഇന്ത്യക്ക് നല്ല ചെലവുണ്ട് നല്ല കടമുണ്ട്, ഇത് രണ്ടും കൂടാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ സിംഗിൾ ചോദ്യമായിട്ട് വരും, ഇന്ത്യയിൽ പൊതുകടം പബ്ലിക് ഡെപ്റ്റ് കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇന്ത്യയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ പൊതുചെലവ് കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാം. രണ്ടിനും സെയിം ആൻസർ ആണ്. ഒന്ന് നമ്മുടെ ജനസംഖ്യാ വർധനവ്, ഇന്ത്യയിൽ ഒരുപാട് ജനസംഖ്യ ഉണ്ട്, അപ്പോൾ ജനങ്ങൾ കൂടുന്നതുകൊണ്ട് തന്നെ ചെലവും കൂടും, അതേപോലെ കടവും കൂടും അല്ലേ. ചെലവ് കൂടിയാൽ പിന്നെ കടം വരുമല്ലോ. പിന്നെ ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, നമ്മുടെ രാജ്യത്ത് സൈന്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ ഡിഫൻസിന് വേണ്ടി, പ്രതിരോധത്തിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട്, അതൊരു ചിലവാണ്. പിന്നെ അടുത്ത സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, നമുക്കൊക്കെ നല്ല ഗവൺമെന്റുകളായതുകൊണ്ട് ആ ഗവൺമെന്റുകൾ പാവപ്പെട്ടവരൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ചിലവുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, നമ്മളൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമല്ലടാ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സ്കൂളുകൾ നിർമ്മിക്കാനും റോഡുകൾ നിർമ്മിക്കാനും പാലങ്ങൾ നിർമ്മിക്കാനും റെയിൽവേകൾ നിർമ്മിക്കാനും മറ്റു പല കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിലവുകളൊക്കെ നമ്മുടെ രാജ്യത്തെ കടത്തിലേക്കും കൊണ്ടുവന്നുണ്ട്, ചിലവ് കൂട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് CGST, SGST, IGST. നിങ്ങൾക്ക് ഇപ്രാവശ്യം ടാക്സിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം ഇത് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ GST കുറിച്ചൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തുള്ള ഇൻഡയറക്ട് ടാക്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏക ഇൻഡയറക്ട് ടാക്സ് ആണ് നമ്മുടെ GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി. ആ GST 3 ടൈപ്പ് ഉണ്ട്, CGST, SGST, IGST. അതിൽ സെൻട്രൽ ഗവൺമെന്റ് വാങ്ങുന്ന GST ആണ് CGST, സെൻട്രൽ GST. പിന്നെ അത് കേന്ദ്ര GST എന്ന് പറയും. പിന്നെ SGST പേര് പോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഈടാക്കുന്നതാണ്. പിന്നെ IGST എന്ന ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയും. അത് ഈ 2 സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ 2 കൂടുതൽ സ്റ്റേറ്റുകളോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം നടക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് വാങ്ങുന്ന ടാക്സ് ആണ് ഇത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഈടാക്കുന്ന ടാക്സ് ആണ് IGST എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ IGST വാങ്ങുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. എന്നിട്ട് അതിന്റെ ഷെയർ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണോ ക്രയവിക്രയം നടക്കുന്നത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് സർചാർജ് ആൻഡ് സെസ്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഈടാക്കുന്ന 2 ഡയറക്റ്റ് ടാക്സുകളാണ് സർചാർജും സെസ്സും. അഡീഷണൽ ടാക്സുകളാണ്, അതായത് നോർമലി നമ്മുടെ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളിൽ നിന്ന് പ്രത്യേക ആവശ്യത്തിന് അഡീഷണൽ ആയിട്ട് വാങ്ങുന്ന ടാക്സുകളാണ് ഈ സർചാർജും സെസ്സൊക്കെ. അതിൽ സർചാർജ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആയിരുന്നു ഗവൺമെന്റിന് എക്സ്ട്രാ പൈസ ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വാങ്ങുന്ന ടാക്സ് ആണ്. സെസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പർപ്പസുകൾക്ക്, ചില പ്രത്യേക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റിന് കൂടുതൽ പൈസ ആവശ്യം വരുമ്പോൾ ഗവൺമെന്റ് ഈ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ കൂടുതലായിട്ട് പൈസ ഈടാക്കും. ഓക്കെ, അങ്ങനെയുള്ള എക്സ്ട്രാ വാങ്ങുന്ന ടാക്സ് ആണ് സെസ്. ഇതൊക്കെ ചെറിയൊരു പീരീഡിലേക്ക് മാത്രമേ വാങ്ങുള്ളൂ. ഉദാഹരണത്തിന് എഡ്യൂക്കേഷണൽ സെസ് എന്ന് പറഞ്ഞ സെസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിന് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി കുറേ കോടികൾ ആവശ്യമുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കുന്നവരിൽ നിന്ന് ഒരു നിശ്ചിത പീരീഡിലേക്ക് അമിതമായിട്ട് ടാക്സ് വാങ്ങും. അതാണ് സെസ് എന്ന് പറയുന്നത്. പക്ഷേ ആ പൈസ ഗവൺമെന്റിന് ആവശ്യമുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെസ് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അടുത്ത് വാട്ട് ആർ ദ സോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂ. അപ്പോൾ ടാക്സ് നികുതിയിലൂടെ മാത്രമല്ല ഗവൺമെന്റ് വരുമാനം കിട്ടുന്നത്, വേറെയും പല മാർഗ്ഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ നമുക്കറിയാം, ഫൈൻസ്, പെനാൽറ്റീസ്, ഗവൺമെന്റ് തെറ്റ് ചെയ്യുന്നവരിൽ നിന്നൊക്കെ ഒരുപാട് ഫൈനുകൾ ഈടാക്കാറുണ്ട്. ഹെൽമെറ്റ് വെക്കാതെ വണ്ടിമ പോയാലും മറ്റ് പല മോഷണങ്ങൾ ചെയ്താലും എന്ത് ചെയ്താലും ഗവൺമെന്റ് ഫൈൻസ് ഈടാക്കും അല്ലേ. അപ്പോൾ അത് ഗവൺമെന്റ് വരുമാനമാണ്. പിന്നെ അതുപോലെ പലിശ, ഗവൺമെന്റ് ഒരുപാട് ബാങ്കുകളിലൂടെയൊക്കെ പലതരത്തിലുള്ള പലിശ വായ്പകൾ കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് ഗവൺമെന്റ് പലിശ കിട്ടുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ്, ലാഭം, ഗവൺമെന്റിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെന്റിന് KSRTC ഉണ്ട്, ഇന്ത്യ ഗവൺമെന്റിന് എന്തുണ്ട്, നമ്മുടെ റെയിൽവേ ഉണ്ട്, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ വരുമാനം കിട്ടൂലേ. അപ്പോൾ ആ ലാഭം ഗവൺമെന്റ് വരുമാനമാണ്. പിന്നെ അതുപോലെ ഗ്രാൻഡ്, ഗവൺമെന്റിന് സൗജന്യമായി കിട്ടുന്ന വരുമാനമാണ് ഗ്രാൻഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പല മാർഗ്ഗങ്ങളിലൂടെ
ഇതിലൂടെ ഗവൺമെന്റിന് എന്തിട്ടുണ്ട് വരുമാന മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത് പഠിച്ചേക്കുക. ഡീറ്റെയിൽഡ് ആക്കാൻ പറ്റുമെങ്കിൽ ഡീറ്റെയിൽഡ് ആക്കി പഠിക്കുക, അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചേക്കുക. ഇനി അടുത്ത് ഡിസ്റ്റിംഗ്വിഷ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബജറ്റ്സ്. അതായത് ഒരു ഗവൺമെന്റിന്റെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ മൊത്തം ഒരു എക്കണോമിക് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയും. ധനകാര്യ രേഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ബജറ്റ് എന്ന്. അതായത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 31 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു വർഷമാണ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഈ വർഷം നമ്മൾ നമ്മുടെ രാജ്യത്തുള്ള മൊത്തം പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂയും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാക്കും, ഒരു എക്കണോമിക് പ്ലാനിങ്. ആ പ്ലാനിങ് നമ്മൾ പറയുന്ന പേരാണ് ബജറ്റ്. ഇത് 3 രീതിയിലാണ് ബജറ്റുകൾ ഉള്ളത്. ഒന്ന് ഡെഫിസിറ്റ് ബജറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻകം കുറവും അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ കൂടുതലുമുള്ള ബജറ്റാണ് ഡെഫിസിറ്റ് ബജറ്റ്. അതിന് മലയാളത്തിൽ കമ്മി ബജറ്റ് എന്ന് പറയും. ഇനി മറ്റൊന്ന് സർപ്ലസ് ബജറ്റ് ആണ്. അതിൽ ഇൻകം കൂടുതലായിരിക്കും, അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ചെലവ് കുറവായിരിക്കും. ഇനി അതിന് മിച്ച ബജറ്റ് എന്ന് പറയാം. പിന്നെ അടുത്തത് സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബജറ്റ് ആണ്. ഇതിൽ ഇൻകവും എക്സ്പെൻസും ഒരുപോലെ മീറ്റ് ചെയ്യും, ഓക്കെ, സെയിം ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് ചോദ്യം വരാൻ സാധ്യതകളാണ്. ഇതിനടുത്ത് വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി ആൻഡ് വാട്ട് ആർ ഗോൾസ് ഓഫ് ഫിസ്ക്കൽ പോളിസി? ധനനയം എന്ന് പറയും. അപ്പോൾ ധനനയത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് 3 കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പബ്ലിക് ഡെപ്റ്റ്, ഗവൺമെന്റിന്റെ കടം. മറ്റൊന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചെലവ്. മറ്റൊന്ന് പബ്ലിക് റവന്യൂ, ഗവൺമെന്റിന്റെ വരുമാനം. ഇത് 3 കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഒരു പോളിസിക്ക് പറയുന്ന ഫിനാൻഷ്യൽ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം. ഗവൺമെന്റിന്റെ ഒരു നയമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മക്കളെ, എക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കുക, അതായത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പിന്നെ അതേപോലെ തന്നെ അൺനെസറി എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യുക, അതായത് അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സീസൺ ആൻഡ് ടൈം അഥവാ നമ്മുടെ എന്താ പറയുക ഋതുഭേദങ്ങളും സമയവും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഋതുഭേദങ്ങളും സമയവും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, അതായത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററിൽ നമുക്ക് 8 മാർക്കിനാണ് ചോദ്യം വരിക. ടോട്ടൽ ഒരു 3 മാർക്കിൻ്റെ ചോദ്യവും അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ചോദ്യവും അല്ലേ. ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. 3 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരും. ഒന്ന് 1ാമത്തെ ചാപ്റ്ററിനും മറ്റൊന്ന് 2ാമത്തെ ചാപ്റ്ററിനും, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതുപോലെ 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ടോട്ടൽ 4 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകളിൽ നിന്ന് വരിക. അതിൽ 2 മക്കൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും മക്കൾക്ക് എഴുതാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ നല്ലോണം പഠിച്ചവരുണ്ടാവും, സെക്കൻഡ് ചാപ്റ്റർ നല്ലോണം പഠിച്ചവരുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ എന്ത് പഠിച്ചാലും ശരി ഈ ചോദ്യങ്ങൾ നിങ്ങൾ മറക്കാതിരുന്നാൽ എന്തായാലും ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇത് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ ചോദ്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കേണ്ട ഒന്ന് ഇക്വിനോക്സിസ്, സമ്മർ സോൾസ്റ്റേസ്, വിന്റർ സോൾസ്റ്റേസ്, അതായത് സമരാത്രങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, പിന്നെ ശൈത്യാനാന്തം, അതേപോലെ ഗ്രീഷ്മാനാന്തം. അതെന്താണെന്ന് പഠിച്ചു വെക്കണം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഓട്ടം ആൻഡ് സ്പ്രിംഗ് സീസൺ, അതായത് നമ്മുടെ ഹേമന്തകാലവും അതുപോലെ തന്നെ വസന്തകാലവും തമ്മിലുള്ള സവിശേഷതകൾ. ഒന്ന് ഇലകൾ താഴേക്ക് വീഴുന്ന ഇലകൾ പൊഴിക്കുന്ന കാലമാണ്, മറ്റൊന്ന് പൂക്കൾ തളിർക്കുന്ന കാലമാണ്. ഓക്കെ, അങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ. അതിൻ്റെ ഡേറ്റ് പഠിക്കണം, അതേപോലെ തന്നെ അതിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഒന്ന് സമ്മറിന് വിന്ററിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ്, അതായത് വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്കുള്ളതാണ്, മറ്റൊന്ന് ശൈത്യത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ളതാണ്. അതൊക്കെ കറക്റ്റ് പഠിക്കണം, നല്ല മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് നോട്ട് അബൌട്ട് ഗ്രീനിച്ച് ടൈം ആൻഡ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അന്താരാഷ്ട്ര ദിനാങ്കരേഖയും ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ ചിലപ്പോൾ 1 ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. പഠിച്ചു വെക്കണം. അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം, അതായത് ഉത്തരായനം ദക്ഷിണായനം എന്താണെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഉത്തരായനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ ദക്ഷിണായന രേഖ, അതായത് സദേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. 6 മാസമാണ് ടൈം. ആ സമയത്ത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ ചൂട് കൂടി വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദക്ഷിണായനം അല്ലേ. അപ്പോൾ അത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി 2ാമത്തെ ചാപ്റ്ററിൽ ഇതുമാതിരി തന്നെ ആ വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് സിംഗിളായിട്ട് എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. പഴയ വീഡിയോസ് ആണെന്ന് നിങ്ങൾ നോക്കണ്ട, കഴിഞ്ഞ വർഷം ചെയ്താണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, അതൊക്കെ തന്നെ ഇപ്രാവശ്യം വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ഇത് ഞാൻ നെക്സ്റ്റ് പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, അതായത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചാണ്. ദീർഘ ന്യൂനമർദ്ദ മേഖല, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, പിന്നെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, പിന്നെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, പിന്നെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് എന്താ പറയുക ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ തേങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ അടുത്തത് റൈറ്റ് നോട്ട് അബൌട്ട് പ്ലാനറ്ററി വിൻസ്, ആഗോള വാദങ്ങളാണ്. ഈ ആഗോള മർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന്റെ ഇടയിലൊക്കെ വീശുന്ന കാറ്റുകളാണ് പ്ലാനറ്ററി വിൻസ് അല്ലെങ്കിൽ ആഗോള വാദങ്ങൾ. 3 ഉണ്ട്. ട്രേഡ് വിൻഡ്, അതേപോലെ തന്നെ അതായത് വാണിജ്യവാദങ്ങൾ, പിന്നെ വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ്, അതായത് പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ അല്ലേ. അപ്പോൾ ഈ
കാറ്റുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും ചോദിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ആഗോളവാദങ്ങളും ആഗോളമർദ്ദ മേഖലകളും ആഗോളവാദങ്ങളും, അതായത് പ്ലാനറ്ററി വിൻസും ഗ്ലോബൽ പ്രഷർ ബെൽറ്റും കൂടി മിക്സ് ചെയ്തിട്ടും ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ ചോദിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം 5 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാം ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുടെ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിൽ 30 ഡിഗ്രി അക്ഷാംശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ അത് രൂപം കൊള്ളുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ഈ പറഞ്ഞ കൊറിയോളിസ് എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഭ്രമണം കാരണം അല്ലെങ്കിൽ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഈ ഏരിയയിലേക്ക് ആ വായു കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഹൈ പ്രഷറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്താണ്. ദെൻ അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞാൽ ആ പോയിന്റ് ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എങ്ങനെ രൂപം കൊള്ളുന്നതെന്നായി. ഇനി ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് രൂപം കൊള്ളുന്ന അല്ലെങ്കിൽ അവിടുന്ന് ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിൻഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അതായത് പ്ലാനറ്ററി വിൻസ്. അപ്പോൾ നമുക്കറിയാം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ഒരു കാറ്റാണ് നമ്മുടെ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദങ്ങൾ. ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡാണ് നോർത്തിൽ, അത് വടക്കിഴക്കൻ വാണിജ്യവാദം, മറ്റേത് തെക്കിഴക്കൻ അതായത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇനി നമ്മുടെ ഇതേ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അതായത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന മറ്റൊരു കാറ്റാണ് വെസ്റ്റേർലീസ് അഥവാ പശ്ചിമവാദങ്ങൾ. പടിഞ്ഞാറ് വീശുന്നതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇത് സദേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻസിന്റെ അതായത് സമുദ്രത്തിന്റെ സാന്നിധ്യം കാരണം 3 രീതിയിലാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. നല്ല സ്പീഡിലായതുകൊണ്ട് റോറിംഗ് 40s, ഫീരിയസ് 50s, സ്ക്രീച്ചിങ് 60s എന്നൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മക്കൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. ഒരു കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 മാർക്കിന് ചോദിച്ചേക്കാം. പ്രഷർ ഗ്രേഡിയന്റ് മർദ്ദ ചെരിവുമാന ബലം, പിന്നെ കൊറിയോളിസ് ഫോഴ്സ്, പിന്നെ ഫ്രിക്ഷൻ അല്ലേ, അതായത് ഘർഷണം. ഇനി നെക്സ്റ്റ് മൺസൂൺ കാറ്റിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളുണ്ട്. അപ്പേരന്റ് മൂവ്മെന്റ് അതായത് സൂര്യന്റെ ആയനം, പിന്നെ കൊറിയോളിസ് ഫോഴ്സ്, പിന്നെ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് തപനത്തിലെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മക്കൾ പഠിക്കാം. ഇനി അടുത്ത് റൈറ്റ് ആൻഡ് നോട്ട് അബൌട്ട് ലോക്കൽ വിൻസ് അതായത് പ്രാദേശിക വാദങ്ങൾ. നമുക്കറിയാം ഒരു ചെറിയ സ്ഥലത്തുള്ള പ്രഷർ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ഇതിൽ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ലു, അതേപോലെ തന്നെ കാൽബൈഷാഖി, പിന്നെ അതേപോലെ തന്നെ മാംഗോ ഷവർ 3 കാറ്റുകളാണത്. ഇനി വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ റോക്കീസ് പർവ്വതത്തിന്റെ ചെരുവിൽ വീശുന്ന ചിനൂക്ക് ഉണ്ട്, അതേപോലെ ആൽസ് പർവ്വതത്തിന്റെ ചെരുവിൽ വീശുന്ന ഫൊൻ ഉണ്ട്, പിന്നെ സഹാറ ഡെസേർട്ടിലുള്ള നമ്മുടെ ഡോക്ടർ ഉണ്ട്, ഹർമാറ്റൻ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആ കാറ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺ. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും തമ്മിൽ ചോദിക്കും. അപ്പോൾ ചക്രവാതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ലോ പ്രഷർ അതായത് ന്യൂനമർദ്ദവും അതിന് ചുറ്റോടും ഹൈ പ്രഷർ ഉച്ചമർദ്ദവും ഡെവലപ്പ് ചെയ്യുമ്പോൾ പുറത്തുള്ള കാറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ചുഴറ്റി ചക്രം പോലെ വീശും. അതിന് നമ്മൾ ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ചക്രവാതങ്ങളാണ് ചുഴലിക്കാറ്റുകൾ. അപ്പോൾ ഈ ചക്രവാതങ്ങൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് കറങ്ങും, കാരണം ഉള്ളിലാണ് ഈ ലോ പ്രഷർ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ കാറ്റുകൾ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ കൊറിയോളിസ് എഫക്റ്റിന്റെ ഫലമായിട്ട് ആന്റി ക്ലോക്ക് വൈസ് എതിർ ഘടികാര ദിശയിലും, അതേപോലെ ദക്ഷിണാർദ്ധഗോളം അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഘടികാര ദിശയിലാണ് കറങ്ങുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാട്ടോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റേത് കേട്ടോ. ഏത് നമ്മുടെ പ്രതിചക്രവാദം അല്ലെങ്കിൽ ആന്റി സൈക്ലോൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അതായത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പാണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വരുന്ന ചാപ്റ്ററാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഈ 2 ചാപ്റ്ററിനായിട്ട് മക്കൾക്ക് 3 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ വീതമാണ് ചോദിക്കുക. എന്ന് വെച്ചാൽ 4 ചോദ്യം ഉണ്ടാവും, പക്ഷേ 2 നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്നും ഒരു 5-8 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. 2 ചാപ്റ്ററിൽ നിന്നും കൂടി 5-8 ചോദ്യങ്ങൾ അത് മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈ 6 മാർക്കിന്റെ ചോദ്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നമുക്കറിയാം ബംഗാൾ, ബീഹാർ, ഒറീസ പോലുള്ള സ്ഥലങ്ങളിലാണ് നടപ്പിലാക്കിയത്. അതേപോലെ ജമീന്ദാർമാരായിരുന്നു ടാക്സ് പിരിച്ചിരുന്നത്. ലാൻഡിന്റെ ഓണർഷിപ്പ് ജമീന്ദാർമാർക്കായിരുന്നു. 60% വരെ ടാക്സ് കൊടുക്കണം. ടാക്സ് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അതേപോലെ ആക്ച്വൽ പ്രസൻസ് യഥാർത്ഥ കർഷകൻ ടെനന്റായിട്ട് മാറി, കുടിയാനായിട്ട് മാറി എന്ന് കണ്ട് ഒരു 3 പോയിന്റ് പഠിച്ചു വെക്കുക. ഇനി അടുത്തായിട്ട് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ് വാരി മഹൽവാരി സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടാക്സ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റൈറ്റ് വാരി എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ പ്രോവിൻസ് ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയത്. കോൺവാലീസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത് നടപ്പിലാക്കിയത്. അതേപോലെ ഇവിടെ ബ്രിട്ടീഷുകാർ നേരിട്ടായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ യഥാർത്ഥ കർഷകന് റൈറ്റ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. യഥാർത്ഥ കർഷകന് ഭൂമിയുടെ ഓണർഷിപ്പ് കിട്ടി, പക്ഷേ ടാക്സിൽ വലിയ മാറ്റമില്ല, ഹൈ ടാക്സ് എന്നായിരുന്നു, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. ഇനി മഹൽവാരിയിലും ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഓണർഷിപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ മഹൽവാരി എന്ന് പറഞ്ഞാൽ മഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വില്ലേജ് എന്നാണ്. ഒരു മൊത്തം വില്ലേജിന് ഒരു ടാക്സ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് അവിടെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരുന്നത് വില്ലേജ് ഹെഡ്മാൻ അതായത് ഗ്രാമമുഖ്യനായിരുന്നു. അപ്പോൾ ഗ്രാമമുഖ്യനായിരുന്നു ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാം സെയിം തന്നെ, ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യം മക്കളെ, വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി? ഇന്ത്യയിലെ തുണി വ്യവസായത്തിന്റെ തകർച്ചക്കിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ തുണി വ്യവസായ പരമ്പരാഗത വ്യവസായങ്ങൾ മൊത്തം തകർത്തു. അതിൽ ഏറ്റവും വലിയ നാശമുണ്ടായിട്ടുള്ള തുണി വ്യവസായത്തിനാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയിലെ തുണി വ്യവസായത്തിന്റെ കുത്തക പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് ഫോറിൻ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ പ്രോഡക്റ്റുകൾ, ടെക്സ്റ്റൈൽസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതായിരുന്നു ഒന്നാമത്തെ കാരണം. ഇറക്കുമതി, ബ്രിട്ടീഷ് പ്രോഡക്റ്റുകളുടെ ഇറക്കുമതി ആയിരുന്നു ഒന്നാമത്തെ കാരണം. സൗണ്ടൊക്കെ പോയടാ. പിന്നെ
രണ്ടാമത്തെ എക്സ്പോർട്ട് ഓഫ് മെഷീൻസ്, എന്താ പറയുക, റോ മെറ്റീരിയൽസ്. നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളൊക്കെ, അതായത് പരുത്തിയായാലും ചണമായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവന്മാർ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തോടെ നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ തുണി വ്യവസായശാലകളിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക്, തുണികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കിട്ടാതായി. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായി അല്ലേ. പിന്നെ അടുത്ത റെയിൽവേയുടെ വ്യാപനമാണ്, എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ. അപ്പോൾ റെയിൽവേ വന്നതോടെ ഗ്രാമങ്ങളുടെ കച്ചവടം പോലും മുട്ടിപ്പോയി അല്ലേ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടാക്സ് ആണ്. ബ്രിട്ടീഷുകാർ നല്ല ഹൈ ടാക്സ് ഇമ്പോസ് ചെയ്തതോടെ നമ്മുടെ ഇന്ത്യയിലെ സാധനങ്ങൾക്കൊക്കെ വില കൂടിയടാ. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ആളില്ലാതായി. പിന്നെ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ ലേബേഴ്സ് ഇൻ മോഡേൺ ഇൻഡസ്ട്രി? അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ പരമ്പരാഗത വ്യവസായികളുടെയൊക്കെ കച്ചവടം മുട്ടിച്ചതോട് കൂടിയിട്ട് അവർക്കൊക്കെ പണിയില്ലാതായല്ലോ. അപ്പോൾ ഈ പണിയില്ലാത്ത കർഷകർ, പറഞ്ഞ ഈ തൊഴിലാളികളൊക്കെ പിന്നീട് എവിടെ ജോലി ചെയ്യേണ്ടി വന്നു? ബ്രിട്ടീഷുകാരുടെ ആധുനിക വ്യവസായശാലകൾ. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ പേപ്പർ മില്ലുകളായിട്ടും അയൺ ആൻഡ് സ്റ്റീൽ കമ്പനികളായിട്ടൊക്കെ ഒരുപാട് വലിയ വലിയ കമ്പനികൾ കൊണ്ടുവന്നു അല്ലേ. തുണിമില്ലുകളൊക്കെ വലിയ വലിയ കമ്പനികൾ കൊണ്ടുവന്നു. ഈ കമ്പനികളിലൊക്കെ ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളെയാണ് പണിയെടുപ്പിച്ചിരുന്നത്. ഇവരനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. മോഡേൺ ഇൻഡസ്ട്രികളിൽ ഇന്ത്യൻ തൊഴിലാളികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ 3 പ്രശ്നങ്ങളാണ്. 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, ദൈർഘ്യമേറിയ തൊഴിൽ സമയം, പിന്നെ അതേപോലെ മീഗർ വേജസ്, വളരെ തുച്ഛമായ കൂലി, പിന്നെ അൺഹെൽത്തി അക്കോമഡേഷൻ, അതായത് അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അനാരോഗ്യകരമായിട്ടുള്ള എന്താ പറയുക താമസ സൗകര്യം. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദ റിവോൾട്ട് ഓഫ് 1857? നമുക്കറിയാം ഇന്ത്യയിലെ സിപ്പായികൾ, അതായത് നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർ, ബ്രിട്ടീഷ് പട്ടാളത്തിലെ സൈന്യത്തിലെ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർ നടത്തിയ ഒരു സമരമാണ് 1857 റിവോൾട്ട്. അതിൽ പട്ടാളക്കാർ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരായ പല ജനങ്ങളും രാജാക്കന്മാരും ഒക്കെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പോയിന്റായിട്ട് എഴുതിയാൽ മതി. ഒന്നാമത്തത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾ കാരണം പൊറുതിമുട്ടിയ കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷകർ അല്ലേ. പിന്നെ അടുത്തെന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ ട്രേഡ് പോളിസികൾ കാരണം കഷ്ടപ്പാടിലായിട്ടുള്ള അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലായിട്ടുള്ള ആര് നമ്മുടെ തൊഴിലാളികൾ, ക്രാഫ്റ്റ്മെന്. പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം, പിന്നെ സൈനിക സഹായ വ്യവസ്ഥ എന്നീ നിയമങ്ങൾ കാരണം സ്വന്തം ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടുള്ള രാജാക്കന്മാർ. പിന്നെ അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനങ്ങളും ലോ സാലറിയും അപമാനമൊക്കെ സഹിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ ഇന്ത്യയിലെ സിപ്പായിമാരായിട്ടുള്ള പട്ടാളക്കാരുടെ പ്രശ്നങ്ങൾ അല്ലേ. അപ്പോൾ പട്ടാളക്കാരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട. ഈ കലാപത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എൻഫീൽഡ് എന്ന് പറഞ്ഞ തോക്ക് കണ്ടുപിടിച്ചു. ആ തോക്കിൽ പന്നിയുടെയും പശുവിൻ്റെയും ഒക്കെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയാണെന്നുള്ളൊരു അഭ്യൂഹം, ഒരു റൂമർ പരന്നു. ഇതിനെതിരെ പ്രതികരിച്ച മംഗൾ പാണ്ഡ എന്ന് പറഞ്ഞ സൈനികനെ കൊന്നു അല്ലേ. ഇതായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഇത്രയും കാര്യങ്ങൾ പോയിന്റ് ആക്കിയിട്ട് ഇത്യാദി പോയിന്റ് ആക്കിയിട്ട് ഇതിലുണ്ട്, അത് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ലാൽ ബാൽപാൽ എന്നറിയപ്പെട്ടിരുന്ന ആളുകൾ ആരൊക്കെയാണെന്നാണ്? ബിപിൻ ചന്ദ്രപാൽ, അതേപോലെ ലാലാ ലജ്പത് റായ്, പിന്നെ ബാലഗംഗാധര തിലക് അല്ലേ. ഇവർ 3 പേരും കോൺഗ്രസിലെ ത്രിമൂർത്തികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരാണ് സ്വദേശി മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്ന ആൾക്കാർ കേട്ടോ, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. ഇതിൽ നിന്നും ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് ഇപ്രാവശ്യം മോഡലിന് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഇന്ത്യ നേരിട്ട് വലിയൊരു ചലഞ്ചായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ ലയനം സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്നിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വന്നുകൊണ്ട് ചിലപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ചോദിക്കാം റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനർസംഘടനയാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത്. നമ്മുടെ സ്വന്തം കേരളം മലയാള ഭാഷ സംസാരിക്കുന്നവർക്കുള്ളതാണ്, തമിഴ്നാട് തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്കുള്ളതാണ്. ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടുള്ളത്. ഇതിലേക്ക് നയിച്ച സർക്കംസ്റ്റാൻസസ് എന്താണെന്നാണ് നിങ്ങളുടെ ചോദ്യം. അപ്പം നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ കൂടുതൽ ആളുകളും ഭാഷയുടെ അടിസ്ഥാന സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യകത ഉയർത്തിയിരുന്നു. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരാളാണ് നമ്മുടെ പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞ ഒരു ഗാന്ധിയൻ. അദ്ദേഹം തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടൊരു നിരാഹാര സത്യാഗ്രഹം കടന്നു. പക്ഷേ 58ാമത്തെ ദിവസം പാവം മയ്യത്തായി പോയി. അദ്ദേഹം മരിച്ചതോടുകൂടി ആന്ധ്രാപ്രദേശിൽ വലിയ കലാപം നടന്നു. അങ്ങനെയാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനം നമ്മുടെ ഗവൺമെന്റ് രൂപം കൊടുക്കുന്നത്. അതോട് കൂടിയിട്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വലിയ കലാപമായി. എന്നാൽ പിന്നെ ഞങ്ങൾക്കും വേണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെന്ന് മറ്റുള്ള ആളുകളും കൂടി വാദിച്ചു. അങ്ങനെ ജസ്റ്റിസ് ഫസൽ അലി, അതേപോലെ തന്നെ HN കുൻസ്രു, പിന്നെ KM പണിക്കർ. ഈ KM പണിക്കർ ഒരു മലയാളി കൂടിയാണ്. ഈ 3 പേരുടെ നേതൃത്വത്തിൽ ഒരു ജസ്റ്റിസ് ഫസൽ അലി ചെയർമാൻ ആയിക്കൊണ്ട് ഒരു കമ്മീഷൻ, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ നിയമിച്ചു. ഇവരുടെ ശുപാർശ പ്രകാരം ഒരു പുതിയ നിയമം വന്നു, സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്ന സംസ്ഥാന പുനർസംഘടനാ നിയമം. അത് പ്രകാരം 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ, ഹാപ്പിയായി. അങ്ങനെയാണ് നമ്മുടെ കേരളം ഉണ്ടായത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം തന്നെ ഫൈൻഡ് എനി 3 അച്ചീവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ച്. നിങ്ങൾക്ക് മോഡലിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ നേടിയിട്ടുള്ള 3 നേട്ടങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് സ്പേസ് റിസർച്ച്, അതായത് ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും 3 നേട്ടങ്ങൾ ചോദിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒന്ന് ISRO ഇല്ലേ, നമ്മുടെ വിക്രം സാരാഭായിയെ ചെയർമാനാക്കിക്കൊണ്ട് ISRO രൂപീകരിച്ചത് പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആര്യഭട്ട എന്ന് പറഞ്ഞ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത് പറയാം. പിന്നെ അതേപോലെ തിരുവനന്തപുരത്തെ തുമ്പയിൽ നമ്മൾ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് പറയാം. പിന്നെ അഗ്നിപൃഥ്വി പോലുള്ള മിസൈൽ ടെക്നോളജികൾ വ്യാപിച്ചത് പറയാം. ചന്ദ്രയാൻ വിഷയം പറയാം, മംഗളയാൻ വിഷയം പറയാം. ഏതെങ്കിലും ഒരു 3 പറയാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് റൈറ്റ് എ നോട്ട് അബൌട്ട് ദ എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ആൻഡ് ദെയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റെക്കമെൻഡേഷൻ. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ട് 3 കമ്മീഷനുകളാണ് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഈ കമ്മീഷനുകളുടെ ലക്ഷ്യങ്ങളും റെക്കമെൻഡേഷൻസ് ആണ് ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിക്കണം. അത് ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് തന്നിട്ടുണ്ട്. ഓരോന്നിനും 3 പോയിന്റ് വീതം പഠിച്ചാൽ
മതി. ഇനി അടുത്തത് വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്, വിദ്യാഭ്യാസ പുരോഗതിക്ക് കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. ആ പോളിസിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, പ്രൈമറി കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുക, അതായത് തുടർ വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഫോക്കസ് ചെയ്യുക. പിന്നെ നവോദയ വിദ്യാലയങ്ങൾ എല്ലാ ജില്ലയിലും തുടങ്ങുക. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഗേൾസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഒരു 3 പഠിച്ചാൽ മതി. ഒന്ന്, കൊളോണിയലിസം, ഇമ്പീരിയലിസം, അതായത് സാമ്രാജ്യത്വം, അതേപോലെ കോളനിവൽക്കരണം എന്നിവ എതിർക്കുക. പിന്നെ ഹോസ്റ്റിലിറ്റി ടു റാഷിസം, വംശീയത എതിർക്കുക. പിന്നെ UNOയിൽ വിശ്വാസം. പിന്നെ അതേപോലെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീൽ തത്വങ്ങൾ, ഏതെങ്കിലുമൊക്കെ ഒരു 3 പഠിച്ചേക്കാം. ഇനി അടുത്ത്, പഞ്ചശീല തത്വം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശ നയമാണ്. അത് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്, എന്തൊക്കെയാണ് അതിലെ തത്വങ്ങൾ? 5 തത്വങ്ങളല്ലേ. അപ്പോൾ നമുക്കറിയാം, ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗവൻലായും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും തമ്മിൽ നടത്തിയ ഒരു അഗ്രിമെന്റാണ് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയും ചൈനയും തമ്മിൽ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സൈക്കോളജിക്കൽ മൂവാണ്. ഇതിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 5 നമ്മുടെ നോട്ടിലുണ്ട്, 5 പഠിക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഹബീബി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ 3 മാർക്കിനും 5 മാർക്കിനും ഏതാണ്ട് 29ഓളം മാർക്കിനാണ് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 3 മാർക്കിൻ്റെത് 5 ക്വസ്റ്റ്യൻസ് ആദ്യം വരുന്നുണ്ട്. അപ്പോൾ 15 മാർക്കായി. പിന്നെ 3 മാർക്കിൻ്റെ 3 സെറ്റ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ 9. അപ്പോൾ 15 + 9 24 + 5 29 അല്ലേ. ടോട്ടൽ 29 മാർക്കിനൊന്നും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ചെക്ക് ചെയ്തേക്കണ്ടി. ടോട്ടൽ 29 മാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നാളെ കിട്ടുന്നതായിരിക്കും. ബാക്കി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒന്നുകിൽ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 വേർഡ് ഒക്കെ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 6 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. നിങ്ങൾ റിസ്ക് എടുക്കാനോ പ്രഡിക്ഷനോ നിൽക്കരുത്. നിങ്ങൾക്ക് ഇനി അമേരിക്കൻ റവല്യൂഷൻ വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ വരില്ല എന്ന് ഞാൻ 100% പറയുന്നില്ല, ചെറിയൊരു ചാൻസേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചൈനീസ്, ഫ്രഞ്ച്, അതേപോലെ തന്നെ റഷ്യ, ഈ 3 എണ്ണവും എന്തായാലും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ നോക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇത്രയും ഭാഗങ്ങൾ മക്കൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും 6 മാർക്ക് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ എല്ലാവർക്കും ഓട്ട്.